ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. കർത്താവായ യേശു യെരിഹോയ്ക്കടുത്തെത്തിയപ്പോൾ വഴിയരികിൽ ഇരുന്നിരുന്ന അന്ധനായ ഭിക്ഷക്കാരന് കാഴ്ച നൽകുന്ന അത്ഭുതകരമായ സംഭവമാണിത്. അവൻ ദാവീദിൻ്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചപ്പോൾ ചുറ്റുമുള്ളവർ അവനെ ശകാരിക്കുകയും നിശബ്ദനാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവനാകട്ടെ കൂടുതൽ ഉറക്കെ നിലവിളിച്ചു. ഈ അന്ധൻ്റെ വിശ്വാസവും സ്ഥിരോത്സാഹവും നമുക്ക് വലിയൊരു സന്ദേശമാണ് സഹോദരങ്ങളെ നൽകുന്നത്. യേശുവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അവനെ കേട്ടു. നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ്റെ മറുപടി, കർത്താവെ, എനിക്ക് കാഴ്ച തിരികെ ലഭിക്കണം എന്നായിരുന്നു. യേശു അവനോട് പറഞ്ഞു, നിനക്ക് കാഴ്ച ലഭിക്കട്ടെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ അവന് കാഴ്ച ലഭിക്കുകയും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുകയും ചെയ്തു. ഇന്നത്തെ ലോകത്തിൽ നാം നേരിടുന്ന പാപത്തിൻ്റെയും ധാർമ്മിക വെല്ലുവിളികളുടെയും പശ്ചാത്തലത്തിൽ ഈ സുവിശേഷ ഭാഗം വളരെ പ്രസക്തമാണ്. ഈ അന്ധനെ പോലെ നാമും പലപ്പോഴും ആത്മീയമായ അന്ധതയിലാണ് ജീവിക്കുന്നത്. തിരിച്ചറിയാം, തിരുത്താം, ഇപ്പോൾ തന്നെ മടങ്ങി വരാം നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ്റെ അടുക്കിലേക്ക്. ലൗകികമായ കാര്യങ്ങളുടെ പുറകെ പോവുകയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുന്നു നാം. നമ്മുടെ പാപങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള ലോകത്തിൻ്റെ ശകാരങ്ങളും പ്രലോഭനങ്ങളും യേശുവിങ്കിലേക്കുള്ള നമ്മുടെ യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് തിരിച്ചറിയണം. ഭൗതികമായ കാഴ്ചയുണ്ടെങ്കിലും ആത്മീയമായ കാഴ്ച നഷ്ടപ്പെട്ട അനേകർ നമുക്കിടയിലുണ്ട്. നാമും ആ കൂട്ടത്തിൽ ചിലപ്പോൾ പെടാം. യേശുവിനെ കണ്ടുമുട്ടാനും അവിടുത്തെ സ്പർശനത്തിലൂടെ പാപത്തിൻ്റെ അന്ധതയിൽ നിന്ന് മോചനം നേടാനും നാം ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം ഒരുങ്ങിയിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ സുവിശേഷം ഊന്നി പറയുന്നുണ്ട്. അന്ധനായ മനുഷ്യൻ അവസരം പാഴാക്കിയില്ല. കർത്താവായ യേശു കടന്നു പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉണർന്നു. ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ വരവ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാകാം. അതിനാൽ ആത്മീയമായ കാഴ്ചയോടെ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് സദാ ജാഗരൂകരായിരിക്കാം സഹോദരങ്ങളെ. ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ തളർന്നിരിക്കാതെ യേശുവിങ്കിലേക്ക് നമുക്ക് നിലവിളിക്കാം. അവിടുന്ന് നമ്മെ കേൾക്കുകയും പാപത്തിൻ്റെ അന്ധതയിൽ നിന്ന് നമുക്ക് മോചനം നൽകുകയും ചെയ്യും. ഈ തിരുവചനങ്ങൾ നമുക്ക് പ്രത്യാശയും ആശ്വാസവും നൽകുന്നു. നമ്മുടെ വിശ്വാസം നമ്മെ രക്ഷയിലേക്ക് നയിക്കട്ടെ.